കഴിഞ്ഞ വർഷത്തെ +2 പബ്ലിക് എക്സാമിൽ വിദ്യാർത്ഥികളെ ഏറ്റവും അധികം കുഴപ്പിച്ച ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് മറ്റൊന്നും തന്നെയല്ല, അത് കെമിസ്ട്രിയാണ്. അത് എത്രത്തോളം ഡിഫിക്കൽട്ടാണ് എന്നുള്ളത് ആ വിദ്യാർത്ഥികൾ തന്നെ പറയുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ടായിരിക്കും. എത്ര തന്നെ പഠിച്ചിട്ടും എനിക്ക് നേരാവണ്ണം പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല സാർ, എത്ര തന്നെ കാണാതെ പഠിച്ചിട്ടും എത്ര തന്നെ പ്രോബ്ലംസ് ചെയ്തിട്ടും ഞാൻ വിചാരിച്ച ചോദ്യങ്ങളൊന്നുമല്ല അവിടെ കണ്ടിരിക്കുന്നത് എന്നുള്ളതെല്ലാം നിങ്ങൾ ന്യൂസിലൂടെ എല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എത്ര തന്നെ പഠിച്ചാലും എന്തുകൊണ്ടാണ് നേരാവണ്ണം അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തത്, എക്സാമിന് നേരാവണ്ണം പെർഫോം ചെയ്യാൻ പറ്റാത്തത്, നമ്മുടെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ +2 കെമിസ്ട്രി ക്രാക്ക് ചെയ്യാവുന്നതാണ്. കാരണം മറ്റുള്ള സബ്ജക്റ്റുകളെല്ലാം അപേക്ഷിച്ച് വെറും 10 ചാപ്റ്ററുകൾ മാത്രമേ ഇവിടെ പഠിക്കാനുള്ളൂ. ഏറ്റവും അധികം കുഴപ്പിക്കുന്നു, ഏറ്റവും അധികം പഠിക്കാനുണ്ട്, ഏറ്റവും അധികം ടെൻഷൻ അടിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഓർഗാനിക് കെമിസ്ട്രി ആണെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും അത് വളരെ ഈസി ആയിട്ട് ട്രിക്കോടുകൂടെ പഠിച്ചു കൊണ്ടുപോകാൻ പോകുന്ന ഒരുപാട് ട്രിക്സ് നമ്മുടെ അഗ്നി ബാച്ചിനകത്ത് തന്നെ ഉണ്ട്. അത് നിങ്ങൾ ഓരോ ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനോടൊപ്പം തന്നെ ലാബ് ക്ലാസ്സുകൾക്ക്, അതായത് പ്രാക്ടിക്കൽ ക്ലാസ്സുകൾക്കെല്ലാം ഫുൾ മാർക്ക് നേടാൻ വേണ്ടിയുള്ള കിഡിലിനായിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. അതിനോടൊപ്പം ന്യൂമറിക്കൽസ് മാത്രം ചോദിക്കുന്ന ഫിസിക്കൽ കെമിസ്ട്രിയുടെ പല ഭാഗങ്ങളും തന്നെ അടിപൊളിയായിട്ട് ഈക്വേഷൻസ് ഒക്കെ ഓർത്ത് വെക്കാനുള്ള ഐഡിയാസും മറ്റു കാര്യങ്ങളെല്ലാം തരും. ഒരുപാട് ചോദ്യങ്ങളോടെ നമ്മൾ കടന്നു പോകും. അതിനോടൊപ്പം തന്നെ ഓരോ യൂണിറ്റ് കഴിഞ്ഞാലും അതിന് യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, മൊഡ്യൂൾ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ അനവധി എക്സാംസ് എല്ലാം കഴിഞ്ഞുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ ഒരു പബ്ലിക് എക്സാമിനെ സമീപിക്കുന്നുണ്ടായിരിക്കുക. ഈ +2 കെമിസ്ട്രിയിൽ മാത്രമല്ല മുഴുവൻ സബ്ജക്റ്റുകളിലും ഈ ഓണ പരീക്ഷയിൽ വരുന്ന ഓരോ മാർക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം എന്താണെന്നുള്ളത്. അതിനാൽ തന്നെ നിങ്ങൾ ഇത് ആദ്യം മുതൽ പഠിച്ചു തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. ഈ മെയ് മാസം വരുന്ന പഠിക്കേണ്ടതുണ്ടല്ലോ. ജൂൺ മാസം 1-ാം തീയതി സ്കൂൾ ആരംഭിച്ചതിന് ശേഷം തിങ്കളാഴ്ച വൈകുന്നേരം വരുന്ന പഠിക്കാമെന്ന് വിചാരിക്കുന്ന അനവധി വിദ്യാർത്ഥികളുണ്ട്. അതിലൊരാളായി നിങ്ങൾ മാറാതിരിക്കുക. മെയ് മാസം മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക. ഇതിനോടകം തന്നെ 16 കണക്കിന് വിദ്യാർത്ഥികൾ നമ്മുടെ അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുത്തുകൊണ്ട് പഠനം ആരംഭിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് +2 അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. ആദ്യ ക്ലാസ് മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക.